قلبي وسمعي ومقلتي. ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിന്റെ സദസ്സിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. നമുക്കിതൊക്കെ അള്ളാഹു രണ്ടു വീട്ടിലും നാഫിയാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിർബന്ധമായും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തജ്വീദ്. അല്ലാഹു പറഞ്ഞു, വറത്തിലിൽ ഖുർആന തർതീല. അതേപോലെ തന്നെ വറത്തൽനാഹു തർതീല. സാവധാനം അക്ഷരങ്ങളെ നന്നാക്കി മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആ ഖുർആനെ അതനുസരിച്ച് എത്തിച്ചു കൊടുത്തു. അതാണ് ലഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹാകദ മിൻഹു ഇലൈനാ വസല. അതനുസരിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് ഓതിക്കൊടുത്തു. അവിടുന്ന് ഇങ്ങോട്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ, ഉസ്താദുമാരിലൂടെ നമുക്കത് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആ ശരിയായ പാരായണം നമുക്ക് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് തജ്വീദുൽ ഖുർആൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ. അതുകൊണ്ട് മാത്രം നമ്മുടെ ഖിറാഅത്തിലെ തെറ്റുകൾ ഒഴിവാകുകയില്ല. ഏറ്റവും പ്രധാനമായി ശരിയായ ഒരു ഗുരുനാഥനിൽ നിന്ന് ഖിറാഅത്ത് കേൾക്കുകയും അതനുസരിച്ച് പഠിച്ചവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്യുക. ഇതാണ് അതിന്റെ പൂർത്തീകരണ രൂപം. അപ്പോ ആ ശരിയായ പാരായണം എളുപ്പമാവുക എന്ന നിയ്യത്തിൽ മഹാന്മാരായ ഖിറാഅത്തിന്റെ ശൈഖന്മാർ, ഖിറാഅത്തിന്റെ ഇമാമിയങ്ങൾ അവർക്കൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും കൂടെ ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. تقبل الله. صدق الله العظيم. الله നാം ഉദ്ദേശിച്ച ആ മഹാന്മാരിലേക്ക് ഫാത്തിഹയെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹഖ് കൊണ്ട് നാം ഈ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ അല്ലാഹു എളുപ്പവും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. തജ്വീദിന്റെ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലാണ് നാം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് വെക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മദ്ദിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ
ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരാൾക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഠിക്കുന്ന ആളെ ഓതി ലിൽ ഫുഖറാഇൽ മുഹാജിരീന അഫ്വൻ അതല്ല ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഇങ്ങനെ ഫുഖറാഇ എന്ന മുത്തസ്സലായ മദ്ദിനെ തബീഇയായ മദ് മാത്രം നീട്ടിയിട്ട് ഓതി. അപ്പോ ഉസ്താദായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹാകദാ അഖറഅനീഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ഇതുപോലെയല്ല ഓതി തന്നിട്ടുള്ളത്. അപ്പൊ പഠിക്കുന്ന അദ്ദേഹം ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് കൈഫ അഖറഅക, എങ്ങനെയാണ് ഓതി തന്നിട്ടുള്ളത്? അപ്പോ അവിടെ നിന്ന് ഓതിക്കൊടുത്തു, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. അപ്പൊ ഹദീസിൽ കാണാൻ അവിടെ നിന്ന് നീട്ടി ഓതിക്കൊടുത്തു. ഈ ഹദീസ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ മദ്ദിന്റെ അധ്യായത്തിൽ വലിയൊരു തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ മദ് എന്നൊക്കെ പറയുമ്പോ നാം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. മാഷാ അല്ലാഹ്, നമ്മുടെ ഷൗക്കത്ത് ഉസ്താദ് ഹദീസ് വിട്ടിട്ടുണ്ട്. മാ ഹകദാ ഖറഅനീഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. فقال وكيف أقرأكها يا أبا عبد الرحمن؟ قال أقرأنيها إنما الصدقات للفقراء والمساكين فمدها. മദ് ചെയ്ത് ഓതിക്കൊടുത്തു എന്നാണ്. അൽഹംദുലില്ലാ. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ പുറമെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മദ്ദിന്റെ തുടക്കത്തിൽ നാം ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ നമ്മൾ മനസ്സിലാക്കി. അസ്ലിയായ മദ്ദിനെ ചുരുക്കുകയോ കൂട്ടലോ ഒക്കെ ഹറാമാണെന്ന് അല്ലെ. അതുപോലെ മുത്തസ്സലായ മദ് പണ്ഡിതന്മാരുടെ ഖുർആന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി മദ് ലാസിമാണ് എന്ന് തോന്നുന്നു അല്ലെ. മുത്തസ്സലും മുൻഫസ്സിലും അല്ലേ നമ്മൾ എടുത്തത്? അൽഹംദുലില്ലാ. അപ്പോ ഹംസ കാരണമായുള്ള മദ്ദുകള് നമ്മള് മനസ്സിലാക്കി. മാഷാ അല്ലാഹ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല, നമുക്ക് മുൻഫസ്സിലായ മദ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മുത്തസ്സലായ മദ് എന്ന് പറയുമ്പോ, മുത്തസ്സല് നമ്മൾ പറഞ്ഞത് ഒരേ പദത്തിൽ വന്നത് എന്നാണ് അല്ലെ. ഒരേ പദത്തിൽ മദ്ദക്ഷരവും ഹംസയും വന്നത്. എന്നാൽ മുൻഫസ്സിൽ എന്ന് പറഞ്ഞാലോ രണ്ട് പദത്തിലായിട്ട് മദ്ദക്ഷരവും ഹംസയും വന്നത്. ബിമാ ഉൻസില. ഇവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ തദ്ക്കീറായിക്കോട്ടെ ശ്രദ്ധയിൽപ്പെടാത്തവർക്ക്. രണ്ട് കലിമത്ത്. ഈ രണ്ട് കലിമത്ത് എന്നത് എഴുത്തിൽ രണ്ട് കലിമത്ത് ആയിക്കോളന്നില്ല. ഗ്രാമറിൽ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് നോക്കുക. എന്താണ് പറയാൻ കാരണം എന്നറിയോ? ഹഉലാഇ എന്ന പദം നോക്കൂ. ഇതിലിപ്പോ രണ്ട് മദ്ദുണ്ട്. രണ്ട് സ്ഥലങ്ങളിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുന്നുണ്ട്. ഈ മദ്ദുകളൊക്കെ എന്താണ്? അറിയുന്നവരൊക്കെ നടിച്ചാട്ടെ. ഹഉലാഇ. കാഴ്ചയിൽ കണ്ടാൽ രണ്ടും മുത്തസ്സിലാണെന്ന് തോന്നുന്നു അല്ലെ. കാരണം ചേർത്തിയിട്ടാണല്ലോ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഉലായി എന്നത് അറബിയിൽ സ്വന്തം ഒരു പദമാണ്.
ഹ എന്നത് തംബീഹിന്റെ ഹായാണ്. അപ്പോ യാഥാർത്ഥ്യത്തിലേക്കാണ് നോക്കുമ്പോ ഇവിടെ എഴുതപ്പെട്ടത് ചേർന്നിട്ടാണെങ്കിലും ഹ ഒരു പദവും ഉലായി മറ്റൊരു പദവുമായതുകൊണ്ട് ഹാ ഉ എന്നയിടത്ത് ഹാഇന് ശേഷം വരുന്ന മദ് മുൻഫസിൽ ജായിസാണ്. ഉലായി എന്നത് ഒറ്റ പദമായതുകൊണ്ട് അത് മുത്തസ്സലുമാണ്. ഇവിടെ മാത്രമല്ല, നിദാഇന്റെ യാഇനെ റസ്മുൽ ഉസ്മാനിയിൽ കളയപ്പെടും. യാ അയ്യുഹ അല്ലെങ്കിൽ യാ ആദമു എന്നൊക്കെ മുസ്ഹഫിൽ നിങ്ങൾ നോക്കണം ക്ലാസ് കഴിഞ്ഞിട്ട്. അവിടെ യാ അയ്യുഹ അല്ലദീന ആമനൂന്നോ യാ അയ്യുഹൻ നബിയു ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അയ്യുഹ എന്നതിനെ യാ എന്നതുമായിട്ട് ചേർത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കാരണം യാ എന്നതിന്റെ അലിഫിനെ അവിടെ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടില്ല എന്നർത്ഥം. മുസ്ഹഫിന്റെ എഴുത്തിൽ ഇല്ല. അതുകൊണ്ട് യാ ആദമു എന്നത് ചേർത്തി എഴുതി എന്നതുകൊണ്ട് അത് മുത്തസിലല്ല, മുന്നെയോ മുൻഫസിലാണ്. കാരണം യാ എന്നത് നിദാഇന്റെ യാ എന്ന് പറയും. ആദമു മറ്റൊരു പദമാണ് അല്ലെ, യാ അയ്യുഹൽ കാഫിറൂൻ. ഇനി മറ്റൊരു വാക്ക് നോക്കൂ, ഹാ അൻതും. ഹാ അൻതും എന്നിടത്തും ഇതേ വിഷയം തന്നെയാണ്. അൻതും എന്നത് ഒരു പദമാണ്, ഹാ എന്നത് മറ്റൊരു പദമാണ്. അപ്പോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? മുൻഫസിലായ മദ് എന്നത് രണ്ടു പദത്തിലാവുക എന്നത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് നോക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കൊന്ന് ഓതി നോക്കാം. ഇപ്പൊ മുൻഫസിലായ മദ് എടുക്കാതെയാണ് ഒരാൾ ഓതുന്നത് എന്ന് വെക്കുക. അപ്പോ സൂറത്തുൽ കാഫിറൂന ഞാനൊന്ന് ഓതിത്തരാം. മുൻഫസിലായ മദ് എടുക്കാതെ എന്ന് പറഞ്ഞാൽ മുൻഫസിലായ മദ്ദിൽ അസ്ലിയായ മദ് മാത്രം എടുത്ത് ഓതുക, ഒരു അലിഫ് മാത്രം നീട്ടിയിട്ട് ഓതുക. അതാണ് മുൻഫസിലായ മദ് എടുക്കാതെ ഓതുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. കണ്ടോ അവിടെ ഖുൽ യാ അയ്യുഹ എന്നിടത്ത് ചേർച്ച എഴുതിയിട്ടുള്ളത്. പക്ഷെ മുൻഫസിൽ എടുക്കാതെ ഓതുന്ന ആള് അവിടെ അങ്ങനെ ഓതുക. ഇനി വേറൊരു ഉദാഹരണം, മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. ഇവിടെ ഹ ഉലാ എന്നിടത്ത് ലാമിനെ നീട്ടിയിട്ടുള്ള മദ് മുത്തസിലാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഹ ഉലാഇ ജായിസായ മുഫസ്സിലായ മദ്ദാണ് കേട്ടോ. അപ്പോ ഇതിൽ പലരും തെറ്റിക്കാറുണ്ട്. അപ്പൊ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഹ അൻതും എന്നതും അതേപോലെ തന്നെയാണ്. നിദാഇന്റെ യാക്ക് ശേഷം ഹംസ വരുന്നിടത്തൊക്കെ അതേപോലെ മനസ്സിലാക്കണം. അതൊരു നോട്ടായിട്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതും എഴുതി വെക്കേണ്ടതാണ്. പിന്നെ മദ്ദു ഹാഉളമീറിനെ നീട്ടിയാൽ ശേഷം ഹംസ വരുന്നുണ്ടെങ്കിൽ അതും മുഫസ്സിൽ പോലെ തന്നെയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി മദ്ദിന്റെ കാരണങ്ങളിൽ രണ്ടാമത്തേതിലേക്ക് കിടക്കുകയാണ്. മദ് ഫറഈയുടെ കാരണങ്ങൾ കേട്ടോ. മദ് ഫറഈ അതിന്റെ കാരണങ്ങൾ ഒന്ന് ഹംസ, രണ്ട് സുകൂൻ. എന്താണ് പറയുന്നത്? അൽ മദ്ദുൽ ലാസിം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ അധ്യായം നമുക്ക് അതിലൊതുക്കാം. അൽ മദ്ദുൽ ലാസിം. അൽ മദ്ദുൽ ലാസിം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലാസിം എന്ന് പറഞ്ഞ നിർബന്ധം എന്നാണല്ലോ. എല്ലാ ഖാരിഇങ്ങളും ഇതിനെ 3 അലിഫ് നീട്ടിയത് കൊണ്ട് ഇത് നിർബന്ധമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അൽ മദ് ലാസിമാണ്. പേരും അങ്ങനെ തന്നെ അൽ മദ്ദുൽ ലാസിം. ശരിക്കും ശ്രദ്ധിക്കുക, മദ്ദക്ഷരത്തിനോ ലീനക്ഷരത്തിനോ ശേഷം അതേ കലിമത്തിൽ വഖഫിലും കൂട്ടി ഉച്ചരിക്കുമ്പോഴും സ്ഥിരമായതോ ഇദ്ഗാമിന് വേണ്ടി ഉണ്ടായതോ ആയ സുക്കൂൻ ഉണ്ടാവുക. നമ്മള് മുഖ്തസർ ബയാൻ എന്നല്ല, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി വായിക്കുകയാണ്. ഇളാഹുൽ ഖുർആൻ എന്നൊരു ഗ്രന്ഥത്തിലുണ്ട്. ഖാരി അബുൽ വഫ
റഹിമഹുല്ലായുടെ. ഞാൻ വിശദീകരിക്കാം ആദ്യം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മദ്ദക്ഷരത്തിനോ ലീനക്ഷരത്തിനോ ശേഷം, മദ്ദക്ഷരത്തിനോ എന്നത് എല്ലാവർക്കും മനസ്സിലായി. പുതിയ ആളുകൾക്ക് വേണ്ടി പറയാണ്, ലീനക്ഷരത്തിനോ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മദ്ദക്ഷരമാവുക? വാവും യാവും മദ്ദക്ഷരായിട്ട് പരിഗണിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവാണെങ്കിൽ മദ്ദക്ഷരാവുള്ളൂ. കെസ്റിന് ശേഷം സുക്കൂനുള്ള യാഇനാണ് എന്ത് പറയാ? യാ മദ്ദക്ഷരാവുക. അപ്പോഴാണ്. അപ്പോ നമുക്ക് നോക്കാം. ഫത്ഹിന് ശേഷം ഈ വാവോ യാഓ സുക്കൂനായി വന്നാൽ എന്താ അതിന് പറയാ? അതിന് ലീനിന്റെ അക്ഷരം എന്നാ പറയാ. എന്താ പറയാ? ഹർഫുൽ ലീൻ. സിഫത്തില് നമുക്കത് വന്നതാണ്. ഹർഫുൽ ലീൻ, ലീനിന്റെ അക്ഷരം. അതാണ് ഉസ്താദ് പറഞ്ഞത്. മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം അതേ കലിമത്തിൽ, അപ്പൊ അടുത്ത കലിമത്തിൽ വന്നാ പോരാ, അതേ കലിമത്തിൽ തന്നെ സ്ഥിരമായ സുക്കൂന് വരിക. സ്ഥിരമായ സുക്കൂനാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ചേർത്തി വായിക്കുമ്പോഴും സുക്കൂനാണ്, വഖഫ് ചെയ്യുമ്പോഴും സുക്കൂനാണ്. അപ്പൊ എപ്പോഴുള്ള സുക്കൂൻ, ഒരിക്കലും ഹറക്കത്ത് വരാത്ത സുക്കൂൻ എന്ന് പറയാം. അതല്ലെങ്കിൽ ഇദ്ഗാമിന് വേണ്ടി ഉണ്ടായതോ ആയ സുക്കൂൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഷദ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ താരീഫ് പറയുന്നത്, ഈ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ അതും കൂടെ പെടും. മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദിന് വേണ്ടി സുക്കൂൻ, ഇദ്ഗാമിന് വേണ്ടി സുക്കൂൻ ചെയ്ത അക്ഷരം വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്ത് പറയാം? മദ്ദക്ഷരങ്ങൾക്കോ ലീനക്ഷരത്തിന്റെയോ ശേഷം ഷദ് ഉള്ള ഒരു അക്ഷരം വന്നാൽ, മനസ്സിലാവാത്തവര് പബ്ലിക്കിൽ അടിച്ചാൽ മതി കേട്ടോ. ഇതിനാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത്. ഉദാഹരണം ഏതുപോലെ? ഫാത്തിഹ തന്നെ എടുക്കാം. ഫാത്തിഹയിലെ മദ്ദുൽ ലാസിം ഒറ്റ ഉദാഹരണം ഉണ്ട്. വലവ്വാല്ലീൻ. നോക്കൂ, വലവ്വാല്ലീൻ എന്ന് പറയുമ്പോ എന്നിടത്തുള്ള മദ്ദക്ഷരത്തിന്റെ അവിടെയാണ് ലാസിമായ മദ്ദ് വരുന്നത്. ലീൻ എന്നത് മറ്റൊരു മദ്ദാണ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മദ്ദാണ്. എന്താണ്? വാ എന്ന വാദിനെ നീട്ടിയ അലിഫിന് ശേഷം ഇദ്ഗാമിന് വേണ്ടി സുക്കൂൻ ആയ അക്ഷരം വന്നു എന്ന് പറയാലോ. അല്ല, വാല്ലീൻ എന്നത് രണ്ട് ലാമിനെ നമ്മൾ ഒന്നിച്ചുച്ചരിക്കുകയാണല്ലോ. അപ്പൊ ഷദ്ദുള്ള അക്ഷരം വന്നു എന്ന് പറയാം. അപ്പൊ സ്ഥിരമായ സുക്കൂൻ എന്നതിൽ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ ഷദ്ദിന്. ഇനി മറ്റൊരു അപ്പൊ അവിടെ എങ്ങനെ ഓതണം? വലല്ലാലി എന്ന് പറയാതെ വലല്ലാലീൻ, വലല്ലാലീൻ എന്ന് പറയണം. വലല്ലാലി എന്ന് പറയരുത് കേട്ടോ. 3 അലിഫ് നീട്ടണം. പിന്നെ അടുത്ത ഉദാഹരണം നോക്കൂ. അൽ ഹാഖ. അപ്പൊ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹാഖത്തു മൽ ഹാഖത്തു വമാ അദ്റാക മൽ ഹാഖത്തു എന്ന് ഓതരുത്. അൽ ഹാഖത്തു മൽ ഹാഖ. അതേപോലെ നമ്മളെപ്പോഴും ഓതുന്ന യാസീൻ അല്ലെങ്കിൽ ദുഖാൻ സൂറത്തില് ഹമീം. അതേപോലെ സൂറത്തു സജ്ദ അലിഫ് ലാം മീം. അവിടെ നോക്കൂ, എന്തുകൊണ്ടാണ് ലാം എന്ന് നമ്മൾ 3 അലിഫ് നീട്ടാൻ കാരണം? അത് മദ്ദുൽ ലാസിമാണ്. ലാ എന്ന ലാമിനെ നീട്ടിയപ്പോൾ ശേഷം വരുന്നത് ഷദ്ദുള്ള അക്ഷരമാണ് അല്ലെ? ഇദ്ഗാം ചെയ്യപ്പെട്ട, ഇദ്ഗാമിന് വേണ്ടി സുക്കൂനായ അക്ഷരമാണ്. ലാമ് മീ എന്നാണ്. പക്ഷെ നമ്മൾ ഇദ്ഗാം ചെയ്തപ്പോ അത് മദ്ദുൽ ലാസിമാണ്. പിന്നെ മീം എന്താ 3 അലിഫ് നീട്ടിയത്? കാരണം മീ എന്ന യാ മദ്ദക്ഷരാണല്ലോ. അതിനുശേഷം
എന്ന സുക്കൂൻ, അത് സ്ഥിരമായിട്ടുള്ള സുക്കൂനാണ്. ഒരിക്കലും അത് പിന്നെ ഹറക്കത്ത് മൂ എന്ന് വരൂലല്ലോ. ഇങ്ങനെ ഇനി ഷദ്ദില്ലാത്തത് സാധാ വേർഡിൽ വന്ന ഉദാഹരണമാണ് ആൽ ആന. ഫിർഔനോട് ചോദിച്ചല്ലോ, എന്ത്, ഞാൻ മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ചാകാൻ പോകുമ്പോ പറഞ്ഞു അല്ലെ. അപ്പൊ അള്ളാഹു ചോദിച്ചു ആൽ ആന വഖദ് അസൈത ഖബ്ൽ, ഇപ്പോഴാണോ എന്ന് ചോദിച്ചു. ആൽ ആന വഖദ് അസൈത ഖബ്ൽ. ഇതാണ് മദ്ദുൽ ലാസിം. വലാ തഹാദ്ദൂന. ഇങ്ങനെ മദ്ദുൽ ലാസിം നമ്മള് ഓതുമ്പോ നല്ലൊരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തെറ്റാതെ നമ്മുടെ ഖിറാഅത്തിൽ വന്നു കിട്ടാൻ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശേഷം പറയുന്നത് നോക്കൂ. ഇത് കെലിമത്തിലായാൽ കെലിമിയ്യ എന്നും ഹർഫുകളിലായാൽ ഹർഫിയ്യ എന്നും, സുക്കൂനുള്ള ഹർഫിനെ ഇദ്ഗാം ചെയ്തിട്ടുണ്ടെങ്കിൽ മുസഖൽ എന്നും ഇല്ലെങ്കിൽ മുഖഫഫ് എന്നും പറയപ്പെടും. എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. കലിമത്തിലായാൽ എന്ന് പറഞ്ഞാൽ സാധാ അറബി പദങ്ങളിൽ വന്നതാണെങ്കിൽ കലിമിയ്യ എന്ന് പറയുന്നു. ഹർഫിലായാൽ എന്ന് പറഞ്ഞാൽ ഏതാണത്? ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ നിങ്ങൾക്കറിയാം യാസീൻ, ഖാഫ്, നൂൻ ഇതുപോലത്തെ ചില അക്ഷരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അതിനെ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും, അല്ലെങ്കിൽ ഫവാത്തിഹുസ് സുവർ എന്നൊക്കെ അറിയപ്പെടും. ഈ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്ന ഈ അക്ഷരങ്ങൾക്ക് ഫവാത്തിഹുസ് സുവർ എന്ന് പറയും, അല്ലെങ്കിൽ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നൊക്കെ പറയും. ഈ അക്ഷരങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ലീനക്ഷരങ്ങൾക്ക് ശേഷം ഇപ്പോ ഹാമീം, ഐൻ, സീൻ, ഖാഫ്. അവിടെ ഐൻ എന്നിടത്ത് നൂന് സുക്കൂന് വന്നത് മദ്ദക്ഷരത്തിന് ശേഷമുള്ള അല്ല, പിന്നെയോ ഐ എന്ന ലീനക്ഷരത്തിന് ശേഷം. നമ്മൾ നേരത്തെ പറഞ്ഞു യാ സുക്കൂനായി എന്നതുകൊണ്ട് മദ്ദക്ഷരായിക്കൊള്ളുന്നില്ല, അതിന്റെ മുമ്പ് കെസ്റായാലേ മദ്ദക്ഷരാവുള്ളൂ അല്ലെ. മീ, ബി, ഖീ എന്ന് വരണം. ഇവിടെ ഐ എന്നല്ല വന്നത്, പിന്നെയോ ഐ എന്നാണ്. അപ്പൊ ലീനക്ഷരത്തിന് ശേഷം അവിടെ ഐ എന്ന സുക്കൂന് വന്നതുകൊണ്ട് അത് മദ് ലാസിമാണ്. അപ്പൊ ഇതുപോലെ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്ന അക്ഷരങ്ങളിലാണ് ഈ മദ് ലാസിം വരുന്നതെങ്കിൽ അതിനെപ്പറ്റി ഹർഫി എന്ന് പറയും. ഇതുപോലത്തെ അക്ഷരങ്ങളുടെ ഭാഗമായിട്ടല്ല വന്നത്, സാധാ കലിമത്തുകളിലാണ്. വലദ്ദാല്ലീൻ, വമാ മിൻ ദാബത്തിൻ, നേരത്തെ നമ്മൾ പറഞ്ഞ അൽ ആന, അല്ലാഹു, അസ്സകറൈനി, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെ സാധാ കലിമത്ത് വേർഡുകളിലാണ് വന്നതെങ്കിൽ കലിമിയ്യ് എന്ന് പറയുന്നു അല്ലെ. ഇനി പിന്നീട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വന്ന സുക്കൂനെ ഷദ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുസഖൽ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത് എന്നാണല്ലോ. ഷദ്ദില്ലാതെ അൽ ആന ഉണ്ട്, അവിടെ ഷദ്ദില്ല. അതേപോലെ തന്നെ ഐൻ, സി, അവിടെ ഷദ്ദില്ല. ഇങ്ങനെ ഷദ്ദില്ലാതെയാണ് വരുന്നത്
എങ്കിൽ മുഖഫഫ് എന്ന് പറയുന്നു. ഷദ് ഉണ്ടെങ്കിൽ മുസഖൽ എന്നും പറയുന്നു. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ വ്യത്യസ്തമായ ഉദാഹരണങ്ങളിൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണം ഏതാണ്? വലദ്ദാല്ലീൻ അല്ലെ? അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അതിപ്പോ കലിമിയാണോ അതോ ഹർഫിയാണോ? ഹർഫിയാണെങ്കിൽ ഈ സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്ന അക്ഷരങ്ങളിലാണ്, അതിൽപ്പെട്ടല്ലോ. അപ്പൊ കലിമിയാണെന്ന് ഉറപ്പായി. കലിമിയാണ് അല്ലെ? പിന്നെ ഷദ് ഉണ്ടോ അല്ലേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മുസഖലാണോ മുഖഫഫാണോ എന്നും അറിയാൻ പറ്റും. ഇവിടെ ഷദ് ഉണ്ടോ അല്ലേ? ളാല്ലീൻ മാഷാ അല്ലാഹ് ഷദ് ഉണ്ട് അല്ലെ? അപ്പൊ കലിമി മുസഖലാണ്. അപ്പൊ അതിന്റെ ഫുൾ നെയിം പറയല എങ്ങനെയാണ്? മദ് ലാസിം കലിമി മുസഖൽ. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ് അൽ ആന എന്നിടത്ത് നോക്കൂ, അത് ഹർഫിയാണോ? അല്ല. കാരണം എന്തുകൊണ്ട്? ഹമീം പോലത്തെ അക്ഷരങ്ങളുടെ കൂട്ടത്തിലല്ലല്ലോ അത്. അപ്പൊ കലിമിയാണെന്ന് ഉറപ്പായി. ഇനി ഷദ് ഉണ്ടോ അല്ലേ? മുഖഫഫാണ് അല്ലെ? കാരണം എന്തുകൊണ്ട്? അന്ന ലാമിനെ ഇദ്ഗാം ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ മുഖഫഫാണ്. അപ്പൊ അതിന്റെ പേര് ചോദിച്ചാൽ നമ്മളെ ഫുള്ളായിട്ട് ഇപ്പൊ എങ്ങനെ പറയാ? അൽ മദ്ദുൽ ലാസിം അൽ കലിമി അൽ മുഖഫഫ് എന്ന് പറയാം അല്ലെ? ഇനി നമുക്ക് ഖാഫ് അല്ലെങ്കിൽ നൂൻ എന്നത് എടുത്തു നോക്കാം. അവിടെ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നു, മദ് ലാസിമാണ്. കലിമിയാണോ ഹർഫിയാണോ? ഹർഫിയാണ് അല്ലെ? കാരണം ഹുറൂഫുൽ മുഖത്തയിലായിട്ടല്ലേ വരുന്നത്. ഖാഫ്. പിന്നെയോ മുഖഫഫുമാണ്, ഷദ്ദില്ല. ഖാഫ് എന്ന് വരുന്നില്ലല്ലോ. അപ്പോ മദ് ലാസിം ഹർഫി മുഖഫഫ് ആണ്. ഇനി അൽ ബഖറ സൂറത്തിലും മറ്റു പല സൂറത്തിലും വന്നിട്ടുള്ള ഒരു ഹർഫുകളാണ് അലിഫ് ലാം മീം എന്നത്. അതിനെപ്പറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അലിഫ് ലാം എന്നിടത്തുള്ള മദ്, രണ്ട് മദ് ലാസിം ഉണ്ടായാല്, ഒന്ന് ലാം എന്ന് നീട്ടിയതും മറ്റൊന്ന് മീം എന്ന് നീട്ടിയതും. ഒന്നാമത്തെ മദ്ദിനെ പറ്റി ആദ്യം എല്ലാവരും ഒന്ന് അടിച്ചാട്ടെ. ലാം മി എന്നിടത്തുള്ളത് മദ് ലാസിമാണ്, ഹർഫിയ അല്ലെ? ഹർഫിലായിട്ടാണല്ലോ വന്നത്. പിന്നെ മുസഖലാണ്. കാരണം എന്തുകൊണ്ട്? ലാം മീ എന്ന് പറയാതെ മ് എന്നതിനെ അതിൽ ഇദ്ഗാം ചെയ്തു. മീമിന്റെ ഒന്നാമത്തെ മീമിന് ഇദ്ഗാം ചെയ്തു. അപ്പൊ ഷദ്ദുണ്ട്. അപ്പൊ മുസഖലാണ്, ഹർഫി മുസഖലാണ്. എന്നാൽ മീം എന്ന മദ് നമ്മൾ മദ്ദക്ഷരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിനാണ് നോക്കട്ടോ, അവിടെയാണ് ഷദ്ദ് ഉണ്ടോ നോക്ക്. അത് ഹർഫി മുഖഫഫാണ് അല്ലെ? മീം എന്നിടത്ത മദ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇനം തിരിച്ചത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പുസ്തകത്തിലേക്ക് വരാം. ഇവിടെ ഇവയെ ത്വബഈ അടക്കം 3 അലിഫ് നീട്ടണം എന്നതിൽ ഖിലാഫില്ല അല്ലെ? കലിമി മുസഖൽ, കലിമി മുഖഫഫ്, ഹർഫി മുസഖൽ, ഹർഫി മുഖഫഫ്. അപ്പൊ 4 ഇനമായിട്ട് തിരിയും മദ് ലാസിം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഉസ്താദ് കൊടുത്ത ഉദാഹരണങ്ങള് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് നിങ്ങൾ പിന്നെ ഞാൻ ഈ ഓതിത്തരുന്നത് പോലെ തന്നെ വായിച്ച് പഠിക്കണം. കാരണം ഈ ഹർഫുകളിലൊക്കെ വരുമ്പോ പലർക്കും വായിക്കുമ്പോൾ തെറ്റ് വരാൻ വരാറുണ്ട്. ഇനി കലിമിയായിട്ട് വരുമ്പോൾ തന്നെ അൽ ഹാഖ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മദ് ലാസിം പൂർണ്ണമായും പാലിക്കപ്പെട്ടാൽ തന്നെ ശേഷമുള്ള ഷദ് വളരെ ഖഫീഫാവും. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓതുക? അൽ ഹാഖ മൽ ഹാഖ. ശബ്ദത്തില് ഒരു ഉയർച്ച വന്നു എന്നല്ലാതെ മഖ്റജിൽ അമർത്തൽ വന്നിട്ടില്ല. വമാ മിൻ ദാബ
ദാബത്തിൻ ഇങ്ങനെ പറയാം. അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കണം. മദ് ലാസിമിനെ 3 അലിഫ് നീട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഷദ്ദുണ്ടെങ്കിൽ മുദ്ഗമാണെങ്കിൽ ആ ഷദ്ദിനെ വെളിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓതാൻ. ഇപ്പൊ ഫാത്തിഹ ഓതാണെങ്കിൽ തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ഫിഖ് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഫത്ഹുൽ മുഈനിലൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫാത്തിഹ എന്ന ഫർളിനെ എണ്ണുമ്പോ അതിന്റെ ഹുറൂഫുകളും ഷദ്ദുകളും റിആയത്ത് ചെയ്യണം. നിർബന്ധമാണ്. യജിബു നിർബന്ധമാണ് ഫാത്തിഹയുടെ അക്ഷരങ്ങളും പിന്നെ പ്രത്യേകം പറഞ്ഞു എന്ത് ഷദ്ദുകളും. എന്നിട്ട് കിതാബിൽ തന്നെ എത്ര ഷദ്ദുണ്ട് ഫാത്തിഹയിൽ എന്ന് എണ്ണം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആ ഷദ്ദുകളൊക്കെ ശ്രദ്ധിക്കാനാണ്. ഏതെങ്കിലും ഒരു ഷദ്ദ് നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് ഈ നഷ്ടപ്പെടല്? അത് തജ്വീദിൽ കഴിവുള്ള ഒരാളുടെ മുന്നിൽ നമ്മുടെ ഫാത്തിഹ ഓതി കേൾപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ നമ്മൾ ഒറ്റയ്ക്ക് അറിഞ്ഞോളന്നില്ല. ചിലപ്പോ ചില ശൈലിയിലും പഴയ നമ്മുടെ ഓത്തിലൊക്കെ അങ്ങനെ ഓതി പോകുന്നുണ്ടാവും. ഷദ്ദ് എന്താണെന്ന് നമുക്കറിയാം. ഷദ്ദ് ചെയ്താൽ ഒരു കട്ടി ഉണ്ടാവും, മഖ്റജിൽ അമർത്തല് വരും. ഇതെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മൾ ഇതുവരെ ഓതി വന്ന ഫാത്തിഹയിൽ ചിലപ്പോൾ ഷദ്ദ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായും അക്ഷരങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഷദ്ദുകളെയും ഓരോന്നിനെയും വെളിവാക്കി വേണം ഫാത്തിഹ ഓതാൻ. കാരണം ഷദ്ദ് എന്ന് പറയുന്നത് ഒരു അക്ഷരത്തിന്റെ സ്ഥാനത്താണ്. ഇപ്പൊ നമ്മൾ ഓതാണ് ഈ നല്ല ശൈലിയിൽ തന്നെ സാവധാനമാണ് ഓതുന്നത്. പക്ഷെ അവിടെ ഷദ്ദ് നഷ്ടപ്പെടുന്നത് ചിലപ്പോ നമുക്ക് അറിയില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഇങ്ങനെ പറയുമ്പോ ഷദ്ദ് ഞാനിപ്പോ ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഷദ്ദ് ചെയ്തിട്ടില്ല. അപ്പോ പക്ഷെ ആ മദ് വൃത്തിയായിട്ട് എടുത്തു, 3 അലിഫ് എടുത്തു. അപ്പൊ ഈ ഷദ്ദിന്റെ കാര്യം ഗഫലത്തായിപ്പോ. അതുകൊണ്ട് ഉസ്താദുമാരെ പ്രത്യേകം പഠിപ്പിക്കാറുണ്ട്. അപ്പൊ എന്ത് പറയണം? മല്ലി എന്ന് പറയുന്ന പോലെ ഒരു ലാമ് അവിടെ കേൾക്കണം. അല്ലെങ്കിൽ വൈലുല്ലി എന്ന് പറയുന്നത് പോലെ അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നീട് അക്ഷരങ്ങൾ ഫവാത്തിഹുസ് സൂർ എന്ന് പറഞ്ഞ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വരുന്ന അക്ഷരങ്ങളെ അവിടെയുള്ള മദ് ലാസിം നമുക്ക് മനസ്സിലായി. പക്ഷെ അത് ഓത്തിൽ ശരിയായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കണം. ഓരോ അക്ഷരവും നോക്കി അതിലുള്ള ഷദ്ദുള്ള സ്ഥലത്ത് മാത്രം ഷദ്ദ് ചെയ്യണം, ഷദ്ദില്ലാത്തയിടത്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഹാമീം നേരത്ത് ഷദ്ദില്ല. ചിലര് ഓതല് ഹാമീം എന്നാണ്, അലിഫ് ലാം മീം പോലെ. അങ്ങനെയല്ല, ഹാമീം. അതുപോലെ തന്നെ ഈ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അസ്ലിയായ മദ് മാത്രം എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ യാസീൻ എന്നിടത്ത് യാ എന്ന യാഇനെ നീട്ടാൻ വേണ്ടി വന്ന അലിഫിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദുള്ള അക്ഷരമോ ഒന്നും വരാത്തത് കൊണ്ട് അത് അസ്ലിയായ മദ്ദാണ്, അല്ലെങ്കിൽ ത്വബീഇയായ മദ്ദാണ്. അതുകൊണ്ട് തന്നെ യാസീൻ എന്ന് ഓതൽ തെറ്റാണ്. അസ്ലിയായ മദ്ദിനെ കൂട്ടലാണത്, ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പോ യാസീൻ യാസീൻ. അതേപോലെ ഹാമീം വൽ കിതാബിൽ മുബീൻ. ദുഖാൻ സൂറത്ത് ഓതാണെങ്കിൽ ചെയ്യാൻ പാടില്ല ഹാമീം. അങ്ങനെ. അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇഖ്ഫ എന്ന നിയമം വരും, ചില സ്ഥലങ്ങളിൽ ഇദ്ഗാമും ബി ഗുന്ന വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ അക്ഷരങ്ങളെ വായിക്കാൻ. കലിമത്തിലാണെങ്കിലും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമതായി അൽ കലിമി അൽ മുസഖൽ വലദ്ദാല്ലീൻ. അടുത്തത് അൽ ഹാഖ. അവിടെ 3 ഉദാഹരണങ്ങളിലും ഒന്നാമത്തെ അടുത്ത അലിഫാണ്,
രണ്ടാമത്തെ അടുത്തും അലിഫ് തന്നെ അല്ലെ. മൂന്നാമത്തെ അടുത്ത് അലിഫും ഉണ്ട് വാവും ഉണ്ട്. അടുത്ത ഉദാഹരണം നോക്കൂ. ഇത് ഒന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ആവർത്തിച്ച് ശരിയാക്കി എടുക്കണം. കാരണം അവിടെ അതുഹാജൂനി രണ്ട് സ്ഥലത്തും ഷദ്ദുണ്ട്, ഒരു സ്ഥലത്ത് മണിക്കലുണ്ട്. അതെല്ലാം എടുത്തുകൊണ്ട് എങ്ങനെ ഓതാ? ഖാല അതുഹാജൂനി ഫില്ലാഹ് അതുഹാജൂനി ഫില്ലാഹ്. അടുത്തത് അൽ കലിമി അൽ മുഖഫഫ്. കലിമത്തിൽ വന്നതാണ്, ഷദ് വരുന്നില്ല, ആ സുക്കൂനിന് ഇദ്ഗാം ചെയ്യപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അങ്ങനത്തെ ഉദാഹരണം നമ്മൾ പുസ്തകത്തിൽ കൊടുത്ത പോലെയല്ല, മുസ്ഹഫിന്റെ എഴുത്ത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ മുസ്ഹഫിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ സാധാ അറബി അനുസരിച്ചാണ് എഴുതിയത്. എന്നാൽ ഖുർആന്റെ എഴുത്ത് അൽ ആന വഖദ് അസൈത ഖബൽ എന്നിടത്ത് നോക്കിയാൽ കാണാൻ പറ്റും. യാ പോലെ ആണ് എഴുതിയിട്ടുള്ളത്. സൂറത്തു മുസ്ഹഫിന്റെ പേജ് 219 11ാമത്തെ ജുസ്ഇല് സൂറത്ത് യൂനുസ് 91ാമത്തെ ആയത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. കേട്ടോ, അങ്ങനെയല്ല എഴുതിയത്. നിങ്ങൾ മുസ്ഹഫ് എടുത്ത് നോക്കിയിട്ട് എങ്ങനെ എഴുതണ്ട. ഒരലിഫ് പിന്നെ ലാമും പിന്നെ നൂനും, അത്രേ ഉള്ളൂ. അതിന്റെ ഇടക്ക് ലാമിന്റെ നൂന്റെ ഇടയിൽ ഹംസയുടെ അടയാളം എഴുതിയിട്ടുണ്ട്. അതിന് ചെറിയൊരു അലിഫുൽ ഖിഞ്ചരിയ അങ്ങനെ. അപ്പൊ അലിഫും ലാമും നൂനും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഹംസയും ലാം നൂൻ ഇങ്ങനെ 3 അക്ഷരങ്ങളേ ഉള്ളൂ ഖുർആന്റെ എഴുത്തില്. അങ്ങനെയാണ് എഴുതേണ്ടത്. അതിൽ നോക്കിയിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ അങ്ങനെ എഴുതി കൊടുത്താൽ മതി. അടുത്തത് അപ്പൊ ഇതെങ്ങനെ ഓതേണ്ടത്? ആലാന എന്നല്ല, ആന വഖദ് കുൻതും ബിഹി അങ്ങനെയുണ്ട് അല്ലെ. അത് അവിടെയൊക്കെ എഴുതിയിട്ടുള്ളത് യഥാർത്ഥ രൂപം നിങ്ങൾ നോക്കി അതേപോലെ തിരുത്തി കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തത് അൽ ഹർഫി മുസഖൽ. ഹർഫിൽ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്നതാണ് ഷദ്ദോടുകൂടെ വന്നത്, അല്ലെങ്കിൽ ആ സുക്കൂനായ അക്ഷരത്തെ ഇദ്ഗാം ചെയ്യപ്പെട്ടത്. അതിന്റെ ഉദാഹരണം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഖാസീം മീം ഖാസീം മീം. പിന്നെ അലിഫ് ലാം മീം. ഖാസീം മീം എന്ന ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഹർഫി മുസഖലായിട്ടുള്ളത് സീനിന്റെ മദ് മാത്രമാണ് കേട്ടോ. മീം എന്നിടത്തെ മദ് ഹർഫി മുഖഫഫാണ്. അതേപോലെ അലിഫ് ലാം മീം എന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലാമിന്റെ മദ്ദാണ് ഹർഫി മുസഖലാവുക. അടുത്തത് മുഖഫഫിന്റെ ഉദാഹരണമാണ്. അപ്പൊ അതിൽ വന്ന എല്ലാ മദ് ലാസിമും ഹർഫി മുസഖലാണെന്ന് വിചാരിച്ചു പോകരുത്. അടുത്തത് ഹർഫി മുഖഫഫിന്റെ ഉദാഹരണം മുഖഫഫ് മാത്രം വന്നത് ഹമീം. കണ്ടോ, മീം എന്ന സുക്കൂനെ ഇദ്ഗാം ചെയ്യപ്പെട്ടിട്ടില്ല. ഖാസീൻ നൂൻ ഖാഫ്. ഇനി സൂറത്തു മറിയമിലെ ആ ഉദാഹരണം 5 അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. കാഫ് ഹ യ ഐൻ സ്വാദ് 5 അക്ഷരങ്ങൾ അല്ലെ.
ആ 5 അക്ഷരങ്ങളെ നിങ്ങളൊന്ന് നോക്കൂ. പിന്നെ ഈ നിയമം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അക്ഷരങ്ങൾക്ക് ശേഷം സ്ഥിരമായ സുക്കൂൻ വരണം, അല്ലെങ്കിൽ ലീന അക്ഷരങ്ങൾക്ക് ശേഷം വരണം, എന്നാലേ നീട്ടുള്ളൂ. ചില മുസ്ഹാഫുകളിൽ ഇതുപോലത്തെ ഈ ഫവാത്തിഹു സുവറിന് മദ്ദിന്റെ അടയാളം ഇട്ട് കാണില്ല. ചില മുസ്ഹാഫുകളിൽ ഇട്ടയിടത്ത് മദ്ദിന്റെ അടയാളം ചിലപ്പോ ഇപ്പൊ ഐൻ എന്നിടത്തുള്ള മദ്ദിന്റെ അടയാളം ഈ യാ എന്നിടത്തേക്ക് നീണ്ടു കാണും. അപ്പൊ നിയമം നമ്മൾ ശരിക്കും മനസ്സിലാക്കി സംശയം തീർത്ത് വെച്ചിട്ടില്ലെങ്കിൽ മുസാഫിൽ കാണുന്ന അടയാളങ്ങൾക്കനുസരിച്ച് ചിലപ്പോ തെറ്റായി വന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ അതിനനുസരിച്ച് തെറ്റായി നമ്മൾ നീട്ടിപ്പോകും. അപ്പൊ ഇവിടെ ഈ 5 അക്ഷരങ്ങളെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരം ഏതാണ്? കാഫ് എന്ന് പറയുമ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നുണ്ട് എന്നുള്ള അല്ലെ. അടുത്ത 2 അക്ഷരങ്ങൾ നോക്കൂ. ഹ, യ. ഹ എന്ന അലിഫിന് ശേഷം സുക്കൂന് വരുന്നില്ല, യ എന്നതിന് ശേഷവും വരുന്നില്ല. കാരണം ഹ യാ എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഹ യ. അപ്പൊ അവിടെ തബീഇയായ മദ് മാത്രമേ ഉള്ളൂ, സാധാരണ മദ്. അടുത്ത അക്ഷരം നോക്കൂ. ഐൻ എന്നത് ലീനിന്റെ അക്ഷരമാണ് അല്ലെ. യ അവിടെ മദ്ദക്ഷരല്ല, പക്ഷെ ലീൻ അക്ഷരത്തിന് ശേഷം സുക്കൂനായ നൂന് വന്നു. അപ്പോഴെന്ത് ചെയ്യണം? മദ് ലാസിമായി സ്വാദ് എന്നിടത്തും മദ്ദക്ഷരമായ അലിഫിന് ശേഷം ദ് എന്ന സ്ഥിരമായ സുക്കൂൻ വരുന്നുണ്ട്, അവിടെയും ലാസിമായ മദ്ദാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മുമ്പ് സാക്കിനായ നൂനിന്റെ തെൻവീന്റെയും വിധികളിൽ പഠിച്ചിട്ടുണ്ട്. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നു കഴിഞ്ഞാൽ സ്വാദ് ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പോ അത് ഈ ഹർഫുകളിൽ വന്നാലും ഇഖ്ഫാഇന്റെ നിയമം മാറുന്നില്ല. അപ്പോ ഇവിടെ പലരെ ഓദിക്കുമ്പോ നമ്മൾ അശ്രദ്ധമായി ഒരു തെറ്റ് വരാറുണ്ട്. എന്താണെന്നറിയോ? അതായത് നമ്മള് സ്വാദ് എന്ന് പറയും. ഇപ്പൊ എന്തുണ്ടായി? ഐ എന്ന യാനെ നീട്ടിയിട്ടില്ല, മണിക്കല് 3 അലിഫ് നീട്ടി. മണിക്കലിന്റെ സമയം 3 അലിഫിന്റെ ഖദർ നീട്ടി. അങ്ങനല്ലല്ലോ. ഐ എന്ന യാനെയാണ് 3 അലിഫ് നീട്ടേണ്ടത്. അതിന്റെ ശേഷം സാധാരണ ഇഖ്ഫാഇന് എടുക്കുന്ന ഒരു സമയം നമ്മൾ മണിക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതിൽ തന്നെ ഐ എന്നുള്ള വായ കൂട്ടിക്കഴിഞ്ഞാൽ യാന് നീട്ടൽ വരുന്നില്ല, മറിച്ച് ആ മൂളലാണ് നീട്ടിയത്. അത് ശ്രദ്ധിക്കാനുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങളിൽ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ 3 ഹറക്കത്താണ് ഞാൻ പറഞ്ഞത്, അങ്ങനല്ല 3 അലിഫാ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. 3 അലിഫ് നീട്ട. വേറൊരു കാര്യം, ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങളിൽ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ ആണ് വരുന്നതെങ്കിൽ അവിടെ ആ ഇഖ്ഫാ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? മണിക്കലിന് തന്നെ തഫ്ഖീമാക്കണം, വണ്ണിക്കണം. അതുകൊണ്ട് സ്വാദ് എന്നാണ്. എന്നാൽ എന്ന ഉദാഹരണത്തിൽ സൂറത്തു ഷൂറയുടെ തുടക്കത്തിലുള്ള ആ സ്ഥലത്ത് ഐ എന്നതിനെ നീട്ടിയതിനു ശേഷം പിന്നീട് വരുന്നത് സീനാണ്. അതുകൊണ്ട് അവിടെ സി. എന്നാൽ ഇവിടെയോ? ഇവിടെ സ്വാദായതുകൊണ്ട് ആ ഉന്നത്തിനെ തന്നെ വണ്ണിക്കണം എന്നർത്ഥം. എന്നാൽ ആ ഉദാഹരണത്തിൽ സീ അവിടെ തഫ്ഖീം വരും മണിക്കലിന്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കിത് സിമ്പിൾ ആയിട്ട് ഓതാൻ കഴിയും. ഇത് ഈ അധ്യായത്തിൽ തന്നെ, ഈ ആഴ്ച തന്നെ നമ്മൾ അത് പഠിച്ചെടുക്കുക തന്നെ വേണം, അധ്വാനിക്കണം. എത്രയോ കാലമായി നമ്മൾ ഓതുന്നില്ല. ഖുർആനിലെ പ്രധാനപ്പെട്ട
ഖുർആന്റെ ശത്രുക്കളെയൊക്കെ വെല്ലുവിളിച്ച ഒരു പിന്നെ ഭാഗമാണ് ഈ ഹാമീം പോലത്തെ ഹുറൂഫുൽ മുഖത്തഅ എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വായന എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ അത് പഠിച്ചെടുക്കണം. നമുക്ക് ആ മറിയം സൂറത്തിന്റെ തുടക്കത്തിൽ ഒന്ന് വായിക്കാം. കാഫ് ഹാ യാ ഐൻ സാദ്. എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞു നോക്കൂ. കാഫ് ഹാ യാ ഐൻ സാദ്. ഇങ്ങനെയാ. ഇനിയും പഠിക്കേണ്ട ധാരാളം ഹുറൂഫുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ഹർഫാണ് സൂറത്തു ത്വാഹ, മറിയം സൂറത്ത് കഴിഞ്ഞാലുള്ള സൂറത്ത്. അതിൽ നോക്കൂ, ത്വ എന്നത് അസ്ലിയായ മദ്ദാണ്, ഹ എന്നതും അസ്ലിയായ മദ്ദാണ്. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ ത്വാഹ മാ അൻസൽനാ ത്വാഹ മാ أنزلنا عليك القرآن لتشقى. അവിടെ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ എന്ന് പറഞ്ഞാലേ റാഹത്താവുള്ളൂ. അത് റാഹത്ത് എന്താണ്, ഈ നിയമം ശരിക്ക് നമ്മൾ പാലിക്കാത്ത അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാത്തതിന്റെ പേരിലുള്ളതാണ്. നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം കൂടുതൽ നീട്ടേണ്ട രണ്ട് കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഓഹ ഓഹ എന്ന് ഓതി പഠിക്കണം. അങ്ങനെ ഏത് ഉദാഹരണം വന്നാലും ഈ ഒരു നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് വായിക്കാൻ കഴിയും. അടുത്ത ക്ലാസിന്റെ എത്തിയിട്ടുണ്ടോ? ഏതായാലും നമുക്ക് ഇവിടെ നിർത്താം ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള അടുത്ത ക്ലാസിന്റെ ഉസ്താദ് എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഹയ്യുൻ ത്വഹുറ എന്ന് അതും കൂടെ ഒന്ന് പറയാം. ഇനി ഇവിടെ ചുരുക്കത്തിലൊന്ന് പറയാം, പിന്നെ സമയം ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ ഈ സൂറത്ത് മറിയമിന്റെ തുടക്കവും മറ്റു പല ഹുറൂഫുൽ മുഖത്തഅകളും വായിച്ചപ്പോ നമുക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു അല്ലെ. അതായത് ഈ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്ന ഈ ഹർഫുകളെ നമുക്ക് മൊത്തത്തിൽ എത്ര അക്ഷരമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്? ആരാ പറയാ? അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. സൂറത്തുകളുടെ ആദ്യത്തിൽ പേര് വായിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ പേരാണല്ലോ നമ്മൾ പറയുന്നത്. അലമ എന്നല്ല വായിക്കുക, അലം എന്നുമല്ല, പിന്നെയോ അലിഫ് ലാം മീം അങ്ങനെയാണല്ലോ. അപ്പൊ പേര് വായിക്കപ്പെടുന്ന 14 ഹർഫുകൾ വന്നിട്ടുണ്ട്. അതാണ് അൽ ഹുറൂഫുൽ മുഖത്തഅ. ഏതാണ് ആ 14 അക്ഷരങ്ങൾ? നസ്സു ഹകീമിൻ ലഹു സിർറുൻ ഖാതിഉൻ. നസ്സു നൂൻ സാദ്, ഹകീമിൻ ഹ കാഫ് യാ മീം, ലഹു ലാം ഹ, സിർറുൻ സീൻ റാ, ഖാതിഉൻ ഖാഫ് അലിഫ് ഖാ ഐൻ. ഇങ്ങനെ 14 അക്ഷരങ്ങളാണ് ഈ സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്ന മൊത്തം അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പല സ്ഥലത്തും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ നിയമമാണ് വളരെ സിമ്പിൾ ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഈ അക്ഷരങ്ങളെ
നമ്മളിപ്പോ ഓതിയ ഉദാഹരണങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടു. ചിലതിനെ നമ്മൾ അസ്ലിയായ മദ് മാത്രം എടുത്തു അല്ലെ. ഹമീം എന്നിടത്ത് ഹാന അസ്ലി എടുത്തു, മീം എന്നതിനെ ലാസിമായ മദ്ദായിട്ട് 3 അലിഫ് എടുത്തു. അപ്പൊ ഇതിനൊരു നിയമം പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. എന്താണ് നിയമം? ഈ 14 എണ്ണത്തിലെ നമുക്ക് 3 ഇനമാക്കി തിരിക്കാം. അതാണ് ഇനി ഉസ്താദ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഇനം തീരെ മദ്ദില്ലാത്തത്, അത് ഒറ്റ അക്ഷരാണ്. ഏതാണത്? അലിഫ്. എന്താ അവിടെ മദ്ദില്ലാതിരിക്കാൻ കാരണം? അതിൽ മദ്ദക്ഷരല്ല, അലിഫ് എന്നല്ല അതിന്റെ പേര് വായിക്കപ്പെടുന്ന അക്ഷരങ്ങളാണല്ലോ. അപ്പൊ അലിഫ്. രണ്ടാമത്തെ ഇനം അസ്ലിയായ മദ്, ത്വബീഇയായ മദ് മാത്രമുള്ളത്. അതേതാണ്? ഹൈ. അതാണ് ഉസ്താദിൽ കൊടുത്തത് ഹയ്യുൻ ത്വഹറ അല്ലെങ്കിൽ ഹയ്യുൻ ത്വഹുറ. ഹയ്യുൻ ത്വഹുറ എന്ന് പറഞ്ഞാൽ ആ വാക്കല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ആ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. ഹ യ ത്വ ഹ റ. അപ്പൊ ഈ സൂറത്തുകളുടെ തുടക്കങ്ങളിൽ ഈ 5 അക്ഷരങ്ങൾ ഏതൊക്കെ സൂറത്തിന്റെ തുടക്കങ്ങൾ വന്നിട്ടുണ്ടോ, പല വ്യത്യാസങ്ങളോടെ വന്നിട്ടുണ്ടോ, അവയിലൊക്കെയും അസ്ലിയായ മദ്ദേ നീട്ടാൻ പാടുള്ളൂ, കൂടുതൽ നീട്ടാൻ പാടില്ല. അപ്പൊ യാസീൻ എന്നത് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ യാ ഇപ്പൊ ഹയ്യുൻ ത്വഹുറയിൽ പെട്ടതാണ്. അപ്പൊ യാസീൻ പറയരുത് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടിയല്ലോ. ബാക്കിയുള്ള 8 അക്ഷരങ്ങൾ, ഈ 5 1 6 കഴിഞ്ഞാൽ പിന്നെ 8 അക്ഷരങ്ങളല്ലേ, ആ 8 അക്ഷരങ്ങളിലും ലാസിമായ മദ് ചെയ്യണം. അതേതൊക്കെയാണ്? നഖസ അസലുക്കും എന്ന് പറയാം. നഖസ നൂൻ ഖാഫ് സാദ്, അസലുക്കും ഐൻ സീൻ ലാം കാഫ് മീം. അല്ലെങ്കിൽ സനഖുസ്സു ഇൽമക എന്നും പറയാം. സനഖുസ്സു ഖാഫ് സാദ് ട്ടോ, സനഖുസ്സു ഇൽമക. എങ്ങനെയും പറയാം. എങ്ങനെയായാലും ഈ 8 അക്ഷരങ്ങളാണ്. ഈ 8 അക്ഷരങ്ങളിൽ മദ് ലാസിം വന്നിട്ടുണ്ട്. ഇപ്പൊ അവയെ 3 അലിഫ് നീട്ടണം. ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ, ഈ 3 തരങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ നിയമം കിട്ടും. പക്ഷെ ഓത്തിൽ ഇതേപോലെ ഇത് പാലിച്ചുകൊണ്ട് അസ്ലിയ ഹയ്യുൻ ത്വഹുറയൊക്കെ അസ്ലിയ മാത്രവും നഖസ അസലുക്കും എന്നതിനെ 8 അക്ഷരങ്ങളെ ലാസിമായ മദ് മുഴുവനും എടുത്തുകൊണ്ടും ഓതാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ നിയമം മാത്രം ഹിഫ്ളാക്കിയാൽ കിട്ടൂല കേട്ടോ. അത് നമ്മള് ഇതനുസരിച്ച് സാവധാനം ആ മൊത്തം ഖുർആനിൽ വന്ന പദങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ചിക്കി കുത്തി നോക്കി ഏതൊക്കെയാണ് 8 അക്ഷരങ്ങൾ ആയിട്ട് വന്നത്, ഏതൊക്കെയാണ് ഹയ്യുൻ ത്വഹുറ എന്നതിൽ ഇവയിൽ വന്നിട്ടുള്ളത്, ഇങ്ങനെ നോക്കി ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് പരിശീലിക്കണം. അതിനുശേഷം ഒരാൾക്ക് നമ്മൾ വോയിസ് ആയിട്ടോ സെൻഡ് ചെയ്യുക, ഉസ്താദന്മാർക്ക് ഓതി കൊടുത്താൽ നമുക്ക് മനസ്സിലാവും ശരിയായിട്ടുണ്ടോ ഇല്ല. അതിനിടയ്ക്ക് ചില ഇദ്ഗാമുകളും ഇദ്ഗാം ഗുന്നകളും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇഖ്ഫാകളും ഇഖ്ഫാ തന്നെ നേർപ്പിച്ചതും വണ്ണിച്ചതും ഒക്കെ വരും. അപ്പൊ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ രൂപമാണ് താഴെ പട്ടികയിൽ നിങ്ങൾ കാണുന്നത്. ഇനി മദ് ലാസിം സംബന്ധമായി മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട ഖാരി അബുൽ വഫ ഉസ്താദ് പറയുന്നതൊന്ന് വായിക്കാം. എന്നിടത്ത് സൂറത്തുൽ അൻആം 143, അതുപോലെ തന്നെ 144, അതേപോലെ യൂനുസ് സൂറത്തിലെ 51, 51, 91 ആയത്തുകള്. പിന്നെ യൂനുസ് 59, അതേപോലെ തന്നെ നംല് 59. ഇവിടെയൊക്കെ അല്ലാഹു ഖൈറുൻ, അതുപോലെ തന്നെ അല്ലാഹു അദിന ലക്കും, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്നീ 6 വാക്കുകളിൽ എല്ലാ ഖാരികളും 3 അലിഫിന്റെ ഖദർ മദ് ചെയ്തിട്ടുണ്ട്. ഇത് മദ്ദുൽ ബദലിൽ പെട്ടതാണെങ്കിലും
ലാസിമായി കണക്കാക്കുന്നതും മദ് വുജൂബുമാണ് എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മള് പിന്നെ വലദ്ദാല്ലീൻ പോലെ അല്ല ഇവിടെ. കാരണം ഇവിടെ അൽ ആന എന്നാണ് അതിന്റെ അസ്സല്. അൽ ആന. പിന്നെ ആ രണ്ടാമത്തെ ഹംസനെ എന്താക്കിയതാണ്? അലിഫാക്കി മറിച്ചതാണ്. അപ്പൊ മദ്ദുൽ ബദലിലാണ് പെടുക. അല്ലെങ്കിൽ അവിടെ മദ്ദുൽ ബദലിൽ എണ്ണപ്പെട്ട ഒരു മദ്ദാണ്. എങ്കിലും മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ആര് പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി ഉണർത്തിയതാണ്. മദ് വുജൂബാണ്, മദ് ലാസിം തന്നെയാണ്. പിന്നെ ഇതിൽ പഠിക്കാനുള്ള വേറൊരു പോയിന്റ് ഹാമീം ഹാമീം ഐൻ സീൻ ഖാഫ്. സൂറത്തു ശൂറ. മറിയമില് കാഫ് ഹാ യാ ഐൻ സാദ്. ഇവിടെ രണ്ടിലും കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാണ്, ഐൻ എന്നതിൽ സുക്കൂൻ വന്നത് ലീൻ അക്ഷരത്തിന് ശേഷമാണെങ്കിലും 3 അലിഫിന്റെ ഖദർ മദ് ചെയ്യണമെന്നാണ് ബലമായ അഭിപ്രായം. അപ്പൊ മദ് ലാസിമിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് ഒറ്റടിക്ക് പറയാം മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വന്നിടത്ത്. എന്നാൽ ഐൻ എന്നിടത്ത് ലീൻ അക്ഷരത്തിന് ശേഷമാണല്ലോ സ്ഥിരമായ സുക്കൂൻ വന്ന്. അവിടെ ചെറിയൊരു ഖിലാഫുണ്ട്. എങ്കിലും ബലപ്പെട്ട അഭിപ്രായം സാധാരണ മറ്റുള്ള മദ് ലാസിമുകൾ നീട്ടിയതുപോലെ തന്നെ 3 അലിഫ് നീട്ടുക എന്നതാണ്. ഇനി നമുക്ക് ഏതൊരു മദ് ലാസിമിന്റെ ഉദാഹരണം വന്നാലും അത് കലിമിയാണോ, ഹർഫിയാണോ, മുസഖലാണോ, മുഖഫഫാണോ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനെ ഈ ക്ലാസ് നമ്മൾ പല പ്രാവശ്യം കേൾക്കുകയും ഈ നോട്ട് കിതാബ് പല പ്രാവശ്യം ഈ അധ്യായം ഇങ്ങനെ വായിച്ചു നോക്കുക. അതിനുശേഷം മദ് ലാസിം വന്ന ഉദാഹരണങ്ങൾ എഴുതി ആർക്കെങ്കിലും ഓതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ മാത്രമേ ഈ വിഷയം സംബന്ധമായി നമ്മുടെ ഖിറാഅത്തിലുള്ള പിഴവുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്ന ഓത്തിന്റെ രൂപമാണ്. നിയമങ്ങൾ മനസ്സിലാക്കി നമ്മളെ നിയമങ്ങളായിട്ട് പഠിപ്പിച്ചു തരുന്നത് ആ ഓത്തിന്റെ രൂപം നമുക്ക് കാണിച്ചു തരാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവൻ ഇറക്കിയ അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി തന്ന രൂപത്തിനൊരു മാറ്റവും ഇല്ലാതെ ഓതി പഠിക്കാനും അതനുസരിച്ച് ധാരാളം ഖുർആൻ ഓതാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നമ്മളെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു അത് എളുപ്പമാക്കട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കാനും പരിശീലിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ശഫാഅത്തും ഈനാസും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിപ്പുള്ള അവർക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്കയിലേക്ക് വരാതില്ല. ഞാൻ ബാങ്കിന്റെ സമയം ആയതുകൊണ്ടാണ് മൈക്കയിലേക്ക് വരാതിരുന്നത്. മറ്റാരെങ്കിലും മൈക്കയിലേക്ക് വരുമെന്ന് വിചാരിച്ചേരായിരുന്നാലും അൽഹംദുലില്ലാ അബു ആസിം ഉസ്താദിനെ
നേരിട്ട് UAE വെച്ച് കാണാനൊക്കെ ഭാഗ്യം കിട്ടി. ഉസ്താദും ഉസ്താദിൻ്റെ മാതാപിതാക്കന്മാരൊക്കെയും ഭാഗ്യവന്മാരാണ്. കാരണം വിശുദ്ധമായ ഖുർആൻ കാണാപാഠം പഠിക്കുകയും ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനൊക്കെയും ഭാഗ്യം ലഭിക്കുക അത് വലിയൊരു പുണ്യം തന്നെയാണ്. ഏതായിരുന്നാലും ഉസ്താദിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മകന് നമ്മുടെ ഏതെങ്കിലും ഒരു മക്കൾക്ക് ഖുർആനിൽ നിന്ന് ഒരായത്ത്, അത്രയേ ഉള്ളൂ, അല്ല ഖുർആൻ ഫുള്ളൊന്നും പഠിപ്പിക്കണ്ട, ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചാൽ ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു കിരീടം അണിയിപ്പിക്കുന്നതാണ് നാളെ സ്വർഗീയ ലോകത്ത് വെച്ചിട്ട്. അപ്പോ ആ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ മഹത്വം നമുക്കതിന് മനസ്സിലാക്കലോ. മനഃപ്പാഠമാക്കിയ വ്യക്തിയുടെ മാതാപിതാക്കന്മാർക്ക് തന്നെ വളരെയധികം മുൻഗാമികളും പിൻഗാമികളൊക്കെയും അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കിരീടം അണിയിപ്പിക്കുമെന്നൊക്കെയും റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. പക്ഷേ ഞാനിവിടെ ഒരു സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാര് മക്കളെ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഹാഫിലീങ്ങളാക്കാനുള്ള ഒരു ജ്വരം അധികരിച്ചിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്, അല്ലേ? ഇന്ന് ഹിഫ്ലുൽ ഖുർആൻ കോളേജും മക്കളെ ഹാഫിലീങ്ങളാക്കാനുള്ള ആഗ്രഹവും അൽഹംദുലില്ലാ നല്ലൊരു ശതമാനം മാതാപിതാക്കന്മാർക്ക് ആ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് സാന്ദർഭികമായി ഒരു കാര്യം, ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുന്നില്ലാന്നോ? ആരും മൈക്കില്ലേ? കേൾക്കുന്നവർക്ക് അനുസരിച്ചാണ്. ഒരാരോ ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോഴേ ഒന്ന് ENT ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാവും, അല്ലേ? ബാക്കിയുള്ളവർക്ക് പറയാനുള്ളത് ആ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്ന ആൾ ENT ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതാവും. ഏതായിരുന്നാലും ഞാൻ അബു ആസിം ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാനിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാട്ടോ. അപ്പൊ ഇന്ന് മക്കളൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കാനും ഹാഫിലീങ്ങളാക്കാനും നല്ല ഒരു ആഗ്രഹം നല്ലൊരു വിഭാഗത്തിനുണ്ട്. പക്ഷെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ചെറുപ്പത്തിൽ മക്കളെ ഹാഫിലീങ്ങളാക്കാനുള്ള ആഗ്രഹം കാരണം നല്ല നല്ല ഹിഫ്ലുൽ ഖുർആൻ കോളേജിൽ അവരെ കൊണ്ടാക്കും. അവര് 30 ജുസുവും മനഃപ്പാഠമാക്കും. പിന്നെ അത് നിലനിർത്തി പോകാനുള്ള ഒരു വഴിയിലേക്ക് അവരെ പലവരും തിരിച്ചു വിടുന്നില്ല. മക്കളെ ഹാഫിലീങ്ങളാവും. പിന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യും? ഭൗതികമായ മറ്റേതെങ്കിലും വിദ്യാഭ്യാസങ്ങൾ എന്ത് ചെയ്യും? പഠിപ്പിക്കും.